പാക്കിംഗ് ആൻഡ് പ്രൈസിംഗ് ആണ് ഇനി നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും, മൈ നെയിം ഇസ് മുഹമ്മദ് റബി ആൻഡ് ഐ എം ബിൽഡിംഗ് ഓൺ ആമസോൺ ബിസിനസ് അവർ ഓൺലൈൻ ബ്രാൻഡ് with zero knowledge. If you are interested to join my journey with grow together, so you can subscribe my channel and like my videos. So നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ 15 ദിവസമായി നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട്. സോ ഞാനൊരു റിസർച്ചിലായിരുന്നു. ഈ പാക്കിംഗ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള ഒരു സ്റ്റേജ് അല്ല ആക്ച്വലി. അത് ഒരു കുറച്ച് ഫോർകാസ്റ്റിംഗ്, അതായത് നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഈ പാക്കിംഗ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ അതിന്റെ ഒരു പഠനത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ആക്ച്വലി. സോ അതിന്റെ ഒരു ഏകദേശ രൂപം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാണ്. സോ അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ നമ്മളൊരു ബ്രാൻഡ് ഫിക്സ് ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മളെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഫിക്സഡ് ആണ് പറഞ്ഞാൽ പിക്കിളും അതായത് ഉപ്പിലിട്ട ഐറ്റംസും അച്ചാർ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നമുക്ക് ഇവിടെ ഒരു സാധ്യമല്ല. ബിക്കോസ് ഓഫ് ഒരു ഓൺലൈൻ സംഭവമാണ്, ഒരു പരീക്ഷണമാണ്. സോ ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിലേക്ക് കണ്ട് ഇറങ്ങാനുള്ള ഒരു നോളജ് ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിനുള്ള ഫണ്ടും ഇല്ല. സോ ഇവിടെ നമുക്ക് ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പക്ഷെ നമുക്ക് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ചൊരു ലോങ് ടൈം സ്റ്റഡിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതിന്റെ ടൈമാണ് ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ആദ്യം വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് മെറ്റീരിയൽ ആണ്. അപ്പൊ പാക്കിംഗ് മെറ്റീരിയൽ പലതരത്തിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മെറ്റീരിയൽസ് ആണ്. അതായത് ബോട്ടിൽ, ജാറ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പോ ഈ ഗ്ലാസ് നമ്മൾ ഈ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിലത്തെ പോലെയല്ല. ഓൺലൈനിൽ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം അത് പലതരത്തിലുള്ള ടെറൈന്, അതുപോലെ തന്നെ പലതരത്തിലാണ് മാനേജ് ചെയ്യുക ഈ ഒരു സംഭവം. ഈ ഡെലിവറി സംഗതികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നും നമുക്ക് അറിയില്ല. അപ്പോ അവിടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിമ്പിളി അതിന്റെ ഒരു ഗുഡ് ആൻഡ് ബാഡ് പറയുകയാണെങ്കിൽ ഈ ഗ്ലാസ് ജാറുകൾ ആക്ച്വലി ഒരു പ്രീമിയം ലുക്ക് നമ്മളെ പ്രോഡക്റ്റിന് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ആണ്, നമ്മളെ പിക്കിളിന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഗ്ലാസ് ജാറുകളാണ്. അതായത് ഇവൻ ദോ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലിനേക്കാളും എന്തുകൊണ്ടും അത് ബെസ്റ്റ് ആയിട്ട് ആ ബെസ്റ്റ് ടേസ്റ്റ് വരിക ഒരു ഗ്ലാസ് ജാറിലാവുമ്പോഴാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ബാഡ് ഇത് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിലൊരു ഹൈ കോസ്റ്റിലൊരു സാധനമാണ് ഈ ഗ്ലാസ് ജാറുകൾ എന്ന് പറഞ്ഞാൽ. ഹൈ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഈ ബോക്സ് റെഡിയാക്കണം, പിന്നെ അതിൽ കുറെ സെക്യൂരിറ്റി സംഭവം, അതിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാം പൊട്ടാനുള്ള ചാൻസ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് കുറെ കോസ്റ്റ് പോകും. അപ്പൊ അത് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വല്ലാതെ കൂട്ടും. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു തുടക്ക സമയത്ത് ഒരു ഗ്ലാസ് ജാറ് ഓപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ മേ ബി ഒരു ട്രാക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ഗ്ലാസ് ആക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോ നമ്മൾ പിന്നെ അത് ഗ്ലാസ് ജാർ ആ ഒരു പ്രശ്നമല്ലോണ്ട് നമ്മൾ ഒഴിവാക്കി. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞാല് ഒരു പൗച്ചാണ്. ഇപ്പോ നിരവധി പൗച്ചുകളുണ്ട്. ഫുഡ് ഗ്രേഡ് പൗച്ചുകളുണ്ടാവും, ഇങ്ങനെ ഒരു ക്ലിയർ പൗച്ച്, സ്റ്റാൻഡപ്പ് പൗച്ചുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാവുമ്പോൾ എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ഗുഡ് ആൻഡ് ബാഡ് പറയുകയാണെങ്കിൽ അത് ഒന്നുമില്ല, ഒരു അഫോർഡബിൾ ആണ്, പിന്നെ ഈസി ടു ട്രാൻസ്ഫർ ആണ്. അതായത് ട്രാൻസ്ഫോർമേഷനൊക്കെ വലിയൊരു പരിക്ക് അതിന് പറ്റൂല, സാധനത്തിന് പറ്റൂല. ഓക്കെ, പിന്നെ ഈ രണ്ടെണ്ണം. പിന്നെ ഇതിന്റെ ഒരു ബാഡ് സംഭവം എന്ന് പറഞ്ഞാല് ഇത് ലെസ് ഷെൽഫ് ലൈഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു പിന്നെ അതായത് ഗ്ലാസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് ഷെൽഫ് ലൈഫാണ് നമ്മുടെ ഈ ഒരു PP ബാഗിനൊക്കെ ഉള്ളത്, സ്റ്റാൻഡപ്പ് പോച്ചിനൊക്കെ ഉള്ളത്. സോ ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. പിന്നെ അത്രേ ഉള്ളൂ. ആ ഒരു സ്റ്റാൻഡപ്പ് പൗച്ചിന്റെ ഒരു ഗുഡ് ആൻഡ് ബാഡ് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ തുടക്ക സമയത്ത് എന്തുകൊണ്ട് നമ്മൾ അഫോർഡബിലിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മൈൻഡ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു അഫോർഡബിൾ
സംഭവമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് എത്തിക്കാന്നുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് നമ്മളത് സ്റ്റാൻഡപ്പ് പൗച്ചുകളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കറൻലി. ഓക്കെ, അപ്പോൾ ഇത് മേ ബി ഇത് ഡിഫറെന്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറൻലി എന്ന് പറയാൻ കാരണം പിന്നെ നമ്മൾ ഇപ്പോഴും അതൊരു ഫൈനലൈസ് എത്തിയിട്ടില്ല. നമ്മളതിന്റെ ഒരു കാര്യങ്ങളിലാണ് ഇതിലുള്ളത്. ഞാൻ ഒരു ഐഡിയാസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡോക്യുമെന്റ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഈ ഒരു മെറ്റീരിയൽ കൺഫേം ആയി കഴിഞ്ഞാൽ, ഈ ഒരു പാക്കിംഗ് മെറ്റീരിയൽ കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാൻ പോകുന്നത്. ഈ പാക്കേജിങ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പാക്കേജിങ്ങിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒന്നാമത്തതാണ് മെറ്റീരിയൽ, പാക്കിംഗ് മെറ്റീരിയൽ. അതിന് ശേഷമാണ് ലേബലിംഗ്. ലേബലിംഗ് ആക്ച്വലി നമ്മൾ ആദ്യം നോക്കിയത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇന്ത്യൻ FSSAIന്റെ ഒരു റൂളുകളാണ്. കാരണം ഇത് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആപ്റ്റ് ആയിട്ടില്ലെങ്കിൽ, നമ്മുടെ പാക്കിങ്ങിൽ ആപ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ആമസോണിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഇന്ത്യൻ FSSAIന്റെ റൂളുകൾ നോക്കിയിട്ടാണ് നമ്മൾ പാക്കേജിങ് ചെയ്യാൻ, എന്തൊക്കെ ഡാറ്റകളാണ് വേണ്ടിയെന്നുള്ളതാണ് ബേസിക്കലി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പാക്കിംഗ് നോക്കിയാൽ ഒരു ഓരോ സാധനത്തിന് പാക്കിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നമ്മൾ FSSAIന്റെ സൈറ്റിൽ നിന്ന് തന്നെ ഒരു പാക്കിങ്ങിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നുള്ള ഒരു സംഭവം നമ്മൾ ഒരു PDF റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം ഞാൻ വായിച്ചു തരാം. അപ്പൊ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിം ഓഫ് ഐറ്റം ആണ്, പിന്നെ ബ്രാൻഡ് നെയിം വേണം, അതുപോലെ തന്നെ നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്, പിന്നെ പിന്നെ ബാച്ച് നമ്പർ, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന്റെ ബാച്ച് നമ്പർ, പിന്നെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, പിന്നെ ബെസ്റ്റ് ബിഫോർ പറഞ്ഞാൽ എത്ര കാലം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഇൻഗ്രീഡിയൻസ് ആൻഡ് പിന്നെ ഫുഡ് ഇൻഫോർമേഷൻ. അതായത് ഈ ഒരു ബേസിക് ഡീറ്റെയിൽസിന് പുറമെ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു പാക്കിങ്ങിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഇൻഫോർമേഷൻസ് ആണ്. അപ്പൊ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിലായിട്ട്, അതായത് ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് ആ ഒരു ക്രമത്തിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഏതാണോ അത് ആദ്യം എഴുതണം, പിന്നെ ചെറുതായി ഇങ്ങനെ എഴുതണം. പിന്നെ അഡിക്റ്റീവ്സോ പ്രിസർവേറ്റീവ്സോ ഉണ്ടെങ്കിൽ അതും അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം. പിന്നെ അലർജറ്റിക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. പിന്നെ വെജ് ഓൺ നോൺ വെജ് എന്നൊരു സംഭവം, ഒരു പച്ച ഒരു ഡോട്ട് ഉണ്ടാവും. അതായത് വെജ് ആണെങ്കിൽ ഒരു സ്ക്വയറിൽ, ഒരു പച്ച സ്ക്വയറിൽ പച്ച ഡോട്ട്, പിന്നെ നോൺ വെജ് ആണെങ്കിൽ ചോപ്പ് ഡോട്ട് എന്നുള്ള രീതിക്ക് ഉണ്ടാവും ഈ പാക്കിങ്ങിലൊക്കെ. പിന്നെ ഈ ഓയിലാണോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ആണെങ്കിൽ നമ്മൾ മസ്റ്റ് മെൻഷൻ ചെയ്യണം ഏതിനാണ് ബേസിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, പിക്കിള് അല്ലെങ്കിൽ ആ ഐറ്റം ഏതിനാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ പിക്കിളിന്റെ ബേസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ അതൊക്കെ മെൻഷൻ ചെയ്യണം. പിന്നെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് വേണം, അതായത് നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് മാനുഫാക്ചറിംഗ്, FSSAI ലൈസൻസ് നമ്പർ, പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണം. പിന്നെ ഈ ന്യൂട്രീഷൻ ലേബൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ എല്ലാ ഐറ്റംസും ഇപ്പോ നിർബന്ധമാണ്. കാരണം ഒരു കള്ളിയിൽ നമ്മൾ കാലറി, പിന്നെ ഷുഗർ, അങ്ങനെ ഓരോ സാധനത്തിന്റെയും ഒരു ന്യൂട്രീഷൻസ് വാല്യൂ അത് നമ്മൾ എല്ലാ പാക്കിങ്ങിലും വേണമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ഈ ഒരു കണ്ടന്റ്സ് ആണ് മെയിൻ ആയിട്ട് ലേബലിംഗിൽ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട സംഭവം. പിന്നെ ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഓഫ് നമുക്ക് ഈ ഒരു ഡിസൈനിങ്ങിനായിട്ട് വലിയൊരു സംഭവം ഇപ്പൊ കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു മൊമെന്റം ക്രിയേറ്റ് ഫസ്റ്റ് നമ്മൾ പെട്ടെന്ന്, അതായത് ആ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും ചെയ്തിട്ട് പെട്ടെന്ന് ഒരു മൊമെന്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ഡിസൈനിങ്ങോ കാര്യങ്ങളൊന്നോ വലിയൊരു രീതിക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വെച്ച് തുടങ്ങുകയാണ്. സോ അപ്പൊ ഈ ഒരു പ്ലാനുകളൊക്കെ നമുക്ക് സെറ്റായി, പാക്കിങ്ങിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്നത് FSSAI ബേസിക് രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണ്ടിയതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് FSSAI ലൈസൻസ് എടുക്കുക എന്ന് പറയാൻ കാരണം. അപ്പൊ അത് എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പം അതിൽ പറയും എന്തൊക്കെയാണ് വേണ്ടതും കാര്യങ്ങളൊക്കെ, ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതാണ്. അപ്പൊ FSSAI ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് ബാക്കി ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പാക്കിംഗ് ഡിസൈൻ ചെയ്തിട്ട് അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്
ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പാക്കിങ്ങിൽ നമ്മൾ ഡിസൈൻ അറിയുന്നത് സിമ്പിളാണ്. പിന്നെ ലോഗോ ഞാൻ ജസ്റ്റ് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒരു കാണിക്കാം വീഡിയോയില്. അപ്പം ആ ഒരു ലോഗോ ആയിരിക്കാം മേ ബി പാക്കിങ്ങിൽ വരാൻ പോകുന്നത്. പിന്നെ ഈ വരുന്ന ഒരു ചാലഞ്ച് എന്താ വെച്ചാൽ ലാബലിങ്ങിന്റെ കേസിലാണ്. ലാബലിങ് നമ്മള് ഒരു ചാലഞ്ചിങ് എന്താന്ന് വെച്ചാൽ ലാബലിങ് പല തരത്തിലുണ്ട്. അതായത് ഇപ്പോ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ പാക്കിങ്ങിൽ പ്രിന്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അപ്പം ആ ഒരു ഇതാക്കണോ, അല്ലെങ്കിൽ ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പ് ആക്കണോ എന്നുള്ളതാണ് നമ്മളൊരു കൺഫ്യൂഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഏതാണോ നമുക്ക് അഫോർഡബിൾ ആവുന്നത് എന്ന് നോക്കിയിട്ട് വേണം. ഈ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും, നല്ല രസമാണ് കാണാൻ. പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കണം. സ്പെഷ്യലി ബിഗിനർ ആയതുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെയാണ് നമ്മളെ ഒരു ഇതുവരെയുള്ള ഒരു നോളജ് എത്തിയിട്ടുള്ളത്, നമ്മളൊരു സ്റ്റഡി എത്തിയിട്ടുള്ളത്, നമ്മളൊരു ജേണി എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു ഇറ്റ്സ് ജസ്റ്റ് എൻ അപ്ഡേറ്റ്. ഞാനൊരു അപ്ഡേറ്റ് നമ്മളെ അപ്ഡേറ്റുകൾ തന്നുള്ള പിന്നെ അപ്പോൾ ഇത് മേ ബി ഇത് ചേഞ്ച് ആവാം. നമ്മൾ അപ്ഡേറ്റുകൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. മേ ബി ഓരോ എഫിഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പ്ലാനുകൾ മാറ്റുന്നതാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ ലെവലിന്റെ കേസിലൊക്കെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് മാറ്റും. മേ ബി ഇപ്പോ ഈ ലെവലിന്റെ കേസൊന്നും ഫിക്സ് ആയിട്ടില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ, അതായത് നെറ്റിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കോസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ്. അതായത് പ്രൈസിംഗിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല, നമ്മളിപ്പോ പാക്കേജിംഗിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അതിന് ശേഷം ഒരു പാക്കറ്റിംഗിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റിംഗ് എത്ര ഉണ്ടെന്നും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫൈനൽ പ്രൈസിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്, സെഷൻ അപ്ഡേറ്റ്. അപ്പോ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഡാറ്റകൾ എന്തെങ്കിലും ഇതിൽ പിന്നെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കമന്റ് ചെയ്യാം, അത് എന്നെ അറിയിക്കാം. സോ ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ഇടുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ.